ഹലോ ഗായ്സ്, ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നൊരു പിസ്സ ഉണ്ടാക്കി നോക്കാനുള്ള ശ്രമത്തിലാണ്. എന്താകുമെന്നൊന്നും അറിയത്തില്ല. അതിനായിട്ട് ആവശ്യത്തിന് മൈദ എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലോട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാവേ. ഇനി ഈ മാവ് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അപ്പോഴത്തേനും നമുക്ക് നല്ല പച്ചക്കറി എല്ലാം കട്ട് ചെയ്തെടുക്കാം. അകത്ത് ഈ പരിപാടിയെല്ലാം നടക്കുമ്പോഴും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നേ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് നമുക്കൊരു പാനിലേക്ക് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പിസ്സ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് പരത്തി എല്ലായിടം സ്പ്രെഡ് ചെയ്ത് വെക്കാവേ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുക്കാവേ. ഞാൻ ആദ്യം സവാള ആയിരുന്നു വെച്ചത്, പിന്നെ കുറച്ച് ചീസ് ഇട്ടിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തക്കാളി, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ചൂടായ ദോശക്കല്ലിൻ്റെ മണ്ടയ്ക്ക് തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ഇത്രയും നന്നായിട്ട് പിസ്സ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് തന്നെ. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾ തന്നെ കേട്ട് നോക്കൂ. സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.